അല്ല, കേസെടുക്കണമല്ലോ. ആ എയർലൈൻ്റെ അകത്ത് ഈ മുദ്രാവാക്യം വിളിക്കുന്നതിനല്ലല്ലോ പ്രശ്നം. എയർലൈൻ്റെ അകത്ത് ഒരാളെ ഉപദ്രവിച്ചാൽ കേസെടുക്കണം. ആരെയാണ് ഉപദ്രവിച്ചത്? എന്നിട്ട് ഇല്ലാത്ത കേസ് കെട്ടിച്ചമയ്ക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ കൊണ്ട് നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ എന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ആ പാവം 2 പിള്ളേർ ആകെ 2 വാക്കാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്, പ്രതിഷേധവും. ഞങ്ങൾ നിയമപരമായ വഴികൾ നേടും, ഞങ്ങൾ സ്വകാര്യ ന്യായം കൊടുക്കും. ജയരാജനെതിരായിട്ട് ജയരാജൻ ആരാണ് അവരെ ഉന്തി നിലത്തിടാൻ വേണ്ടിയിട്ട്? സാധാരണഗതിയിൽ ഒരു മനുഷ്യനിൽ ഒരു ഞാനൊക്കെ ആദ്യം ഇത് മദ്യപിച്ചിട്ടുള്ള ഒരു സംഘം എന്നാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കഴിഞ്ഞപ്പോൾ കുടിച്ചിട്ടാണ് ഇവർ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ എത്തിയത്. കാരണം ഒരു സാമാന്യ മനുഷ്യൻ്റെ ബോധത്തിലും നിലവാരത്തിലൊന്നുമല്ല. കള്ള് കുടിച്ചതോ കുടിക്കാതിരിക്കതോ പോട്ടെ, ഇവർ കയറി നടത്തിയ ആക്രമണങ്ങളല്ലേ പ്രധാനപ്പെട്ട വിഷയം. മുഖ്യമന്ത്രിക്ക് നേരെ ചാടിയെടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കണോ? കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയാണത്. VD സതീശനാണല്ലോ ഇവർ അയച്ചത്. സുധാകരനും കൂടി ആലോചിച്ച് അയച്ചതല്ലേ. മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പറഞ്ഞയക്കുമ്പോൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സ്വപ്നം കണ്ടത് സ്വന്തം അണികൾക്ക് മുന്നിലെ ഹീറോ പരിവേഷമാണ്. എന്നാൽ കളിപാളി, പരക്കെ വിമർശനം, ഭീകര കുറ്റകൃത്യത്തിലേക്ക് പ്രതികളെ തള്ളിവിട്ട നേതൃത്വമായി മാറി. കോൺഗ്രസിന്റെ നയവും ശൈലിയും ഇതാണോ എന്ന ചോദ്യം ചർച്ചയായി. മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ഗുരുതര കുറ്റകൃത്യം എടുത്ത് തലയിൽ വെക്കുമ്പോൾ നേതാക്കൾ എന്തു നേടി? സംസ്ഥാനത്തെ കോൺഗ്രസിന് ഇതുകൊണ്ട് എന്തു മെച്ചം? പ്രതിക്കൂട്ടിലായ കോൺഗ്രസ് ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, അതുപോലെ കോൺഗ്രസ് നേതാവ് മുൻ MLA ശ്രീ VP സജീന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A. സജീവൻ എന്നിവരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ സജീന്ദ്രൻ, ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കൽ, അതുപോലെ തന്നെ ആസൂത്രിതമായ നീക്കം നടത്തിയാലല്ലേ ഇങ്ങനെയൊന്ന് പ്രവർത്തിക്കാനാകൂ. അതിലൂടെ വരുന്ന ആക്രമണ ശ്രമം, വധശ്രമം. പക്ഷേ കോൺഗ്രസ് പറയുന്നത്, പ്രതിപക്ഷ നേതാവും മറ്റും ആവർത്തിക്കുന്നത് ഇത് പ്രതിഷേധമാണ്, മുദ്രാവാക്യം വിളിയല്ലേ ഉള്ളൂ എന്ന നിലയിലാണ്. അങ്ങനെയാണെങ്കിൽ ഉയരുന്ന വളരെ ലളിതമായ, വളരെ ഗൗരവമുള്ളൊരു ചോദ്യം ഇത്രയുള്ളൂ: വിമാനത്തിൽ വെച്ച് ഇങ്ങനെയൊക്കെ ആകാം എന്നുകൂടിയാണോ പ്രതിപക്ഷ നേതാവും സംഘവും ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്? ഇവിടെ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടൊരു സമരം നടത്തുകയാണെന്ന് തോന്നും. പ്രതിപക്ഷ കക്ഷികളായിരുന്നപ്പോൾ CPM-ൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സമരമൊന്നും ഞാനിവിടെ ഓർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതെല്ലാം രീതിയിലുള്ള സമരങ്ങൾ നടത്തി. പിന്നെ വിമാനത്തിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി അവരിറങ്ങാൻ നേരത്ത് അവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം, വാതിൽ തുറന്നതിന് ശേഷം 2 മുദ്രാവാക്യം പ്രതിഷേധമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചത് കൊലപാതക ശ്രമമാണെന്ന് പറഞ്ഞ് കേസെടുപ്പിച്ചത് അത് ഈ കേരളത്തിൽ പിണറായി സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ. അവകാശമുണ്ട്. ചോദ്യം അത് ഞാൻ ചോദിച്ചോട്ടെ വിമാനത്തിലായാലും അതുപോലെ തന്നെ ട്രെയിനിലായാലും ഒക്കെ സമരം ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട്. നിങ്ങളൊക്കെ ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയപ്പോൾ നേതൃത്വത്തില് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇവിടെ എന്നെ വിളിച്ചു വരുത്തിയിരിക്കുക എന്റെ വാദം കേൾക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. നിങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഉദ്ദേശം ഈ സമരത്തിന്റെ യഥാർത്ഥ കാരണത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താ? അതിലേക്ക് ഞാൻ വരാം. എന്നെ പറയാൻ അനുവദിച്ചാൽ വിമാനത്തിലെ നിയമങ്ങളും നിബന്ധനകളും പ്രകാരം ഇങ്ങനെ ചെയ്യുന്നത് അനുവദനീയമാണോ? എന്റെ ഒരു നല്ല ചോദ്യമല്ലേ സജീന്ദ്രൻ, അതിൽ എന്ത് അപാകതയാണുള്ളത്? ഞാൻ പറയട്ടെ. നിങ്ങളിപ്പോൾ കൈരളി ചാനലും ദേശാഭിമാനിയും CPM-ഉം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ, ഈ സമരത്തിന് ആധാരമായ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇവിടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന കള്ളക്കടത്തുകാരി 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ഗുരുതരമായ ഒരു വിഷയമുണ്ട്. അതെന്താ വിഷയം നിങ്ങൾക്കറിയില്ലേ? അത് ഷാജി കിരൺ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെന്റാണ്.
അതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഇതുവരെ ആക്ഷൻ എടുത്തോ? അതെന്താ ചെയ്യാത്തത്? ഇന്ന് അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കാൻ പോയല്ലോ. മുൻകൂർ ജാമ്യം എടുക്കാൻ പോയപ്പോൾ ഷാജി കിരണിന് വേണ്ടി സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് എന്താ? അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കാളിയല്ല. അദ്ദേഹം ഗൂഢാലോചനയിൽ പങ്കാളിയല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതിൽ എൻ്റെ ഏറ്റവും വലിയ തെളിവ്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ? മുഖ്യമന്ത്രിയുടെയും കോടിയേരി പറയാൻ ഈ ചർച്ചയിൽ താങ്കൾക്ക് ആവോളം സമയമുണ്ട്, യാതൊരു സംശയവുമില്ല. കടത്തുന്നു. നമ്മൾ ചർച്ച തുടങ്ങി വെച്ച ഒരു പരിസരത്ത് നിന്ന് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിതമായി നിൽക്കുമ്പോൾ അതിൽ ജനങ്ങളോട് വളരെ കൺവിൻസിംഗ് ആയി യുക്തിസഹമായി താങ്കളുടെ മറുപടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതിനുശേഷം ഈ ചർച്ചയുടെ ഭാഗമായി താങ്കൾക്ക് ഈ പറഞ്ഞതെല്ലാം ചർച്ചയിലേക്ക് കൊണ്ടുവരാം, ഒരു തടസ്സവുമില്ല. വിമാനത്തിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ 2 മുദ്രാവാക്യങ്ങളല്ലേ വിളിച്ചുള്ളൂ എന്ന നിലയിൽ നടത്തുന്ന നടപടിക്ക്, പരിപാടിക്ക്, അങ്ങനെയാണല്ലോ നിങ്ങളുടെ വ്യാഖ്യാനം. നിബന്ധനകളുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുകയും ചെയ്തു. വിമാനത്തിൽ പലതും ചെയ്തു. ആ നിബന്ധനകൾ പ്രകാരം അങ്ങനെ മുദ്രാവാക്യം വിളിക്കാനും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനും അനുവദിച്ചിട്ടുണ്ടോ? അനുവദനീയമാണോ വിമാനത്തിനുള്ളിൽ? വിമാനത്തിനകത്ത് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ അത് എടുക്കുന്നതിനോട് ഞങ്ങൾ എതിരല്ല. പക്ഷേ എന്തുകൊണ്ട് EP ജയരാജൻ LDF കൺവീനർ അദ്ദേഹം ആ മുദ്രാവാക്യം വിളിച്ച ആളുടെ നെഞ്ചിത്ത് ചവിട്ടുകയും അവരെ രണ്ടുപേരെയും ബലമായി ഉന്തിത്തള്ളി മാറ്റുകയും ചെയ്യുന്നത് നിങ്ങളെല്ലാം കണ്ടല്ലോ. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്തത് എന്താ? അദ്ദേഹത്തിൻ്റെ വിമാനത്തിൽ വിലക്കാത്തത് എന്താ? അദ്ദേഹത്തിന് എന്താ പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ LDF കൺവീനർ എന്നുള്ള നിലയിൽ? നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അല്ലാതെ വിമാനത്തിൽ സഞ്ചരിച്ച 2 യൂത്ത് കോൺഗ്രസ്സുകാരെ കൊലപാതക ശ്രമത്തിന് 307 അനുസരിച്ച് കേസെടുക്കുകയും EP ജയരാജനെതിരെ കേസെടുക്കാതെ വിടുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാൻ? അതിനെന്തെങ്കിലും മറുപടി? ഇവിടെ നടക്കുന്ന പോലീസ് രാജാണ്. ശരി, ഞാൻ ഇതുകൊണ്ടാണ് ശ്രീ സജീന്ദ്രൻ, അത്രയേ ഉള്ളൂ. നമ്മളുടെ മുമ്പിൽ ഒരു വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങളിൽ പോവുകയും അഭിപ്രായം പറയുകയും ചെയ്യും. ഒരു തരത്തിലുള്ള തടസ്സവും അതിനില്ല. നമ്മൾ സംസാരിച്ചതിൽ ഒരു ക്ലാരിറ്റി വരുത്തി പോകാൻ വേണ്ടിയിട്ട് താങ്കൾ നല്ല നിലയിൽ അവതരിപ്പിച്ചു വെച്ചല്ലോ താങ്കളുടെ വാദം, കോൺഗ്രസിൻ്റെ വാദം. അവിടെയാണ് ശ്രീ അനിൽകുമാർ മറുപടി പറയേണ്ടത്. പോലീസ് രാജാണ്, EP-ക്കെതിരെ അല്ലേ അങ്ങനെയാണെങ്കിൽ കേസെടുക്കേണ്ടത്? EP നെഞ്ചത്ത് ചവിട്ടിയില്ലേ? ഇപ്പോൾ ആരണ്ട് പറഞ്ഞല്ലേ EP ജയരാജൻ ഒന്ന് കൈകൊണ്ട് തള്ളിയപ്പോൾ താഴെ വീണുപോയ യൂത്ത് കോൺഗ്രസ് ആണ് കേരളത്തിലെന്ന് പറയുന്ന ട്രോളൊക്കെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ, അതല്ല ഇതിലെ പ്രശ്നം. മുദ്രാവാക്യം വിളിച്ചാൽ അതൊരു മഹാ അപരാധം എന്ന നിലയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പരാതി. മുദ്രാവാക്യം വിളിച്ചതിനേക്കാൾ വലിയ കുറ്റം EP ജയരാജൻ അവരെ തടഞ്ഞതാണ്, അവരെ അടിച്ചു എന്നുള്ളതാണ്. ഈ നിലയിലാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ കേസ് വേണ്ടത് EP-ക്കെതിരെയല്ലേ എന്ന ചോദ്യം നിലനിൽക്കാത്തതാണ് എന്ന് താങ്കൾ കരുതുന്നു എങ്കിൽ അതെങ്ങനെ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നിഷ്കളങ്കരായ കുട്ടികൾ, അതിൽ ഒരാൾ 18 കേസിൽ പ്രതിയാണ്, 19, 2 307 കേസിൽ പ്രതി, 19 കേസിൽ പ്രതിയാണ്. അപ്പോൾ 19 കേസിൽ പ്രതിയായിട്ടുള്ള ഒരു നിരപരാധിയായ നിഷ്കളങ്കനായ ഒരു ബാലൻ 3 പേർ ഒരുമിച്ച് വിമാനത്തെ കയറുന്നു. അതിൽ 2 ആൾ ആക്ഷൻ ഹീറോകളാണ്, ഒരാൾ വീഡിയോ എടുക്കാനും. ആ വീഡിയോ എടുക്കുന്ന ആൾ ഇവർ വിമാനത്തിൽ കയറിയ ഉടനെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് മുഖ്യമന്ത്രിയെ കയറിയ വിമാനത്തിനകത്ത് പൊരുതാൻ കയറിയിട്ടുണ്ട് എന്ന വിവരം ഏഷ്യാനെറ്റിൻ്റെ ലേഖകനെ അറിയിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ മുഖ്യമന്ത്രി കയറിയ വിമാനത്തിനകത്ത് അസാധാരണമായ നിലയ്ക്ക് സമരം നടത്താൻ തയ്യാറായി 3 ആളുകൾ ഭീകരന്മാരെ പോലെ കയറിയെന്ന വിവരം ഈ സംഭവം ഉണ്ടാകും മുമ്പ്, കണ്ണൂരിൽ നിന്ന് പുറപ്പെടും മുമ്പ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മാധ്യമങ്ങളുടെ ഫോൺ നമ്പറുകൾ എങ്ങനെയാണ് ഈ ക്രിമിനലുകളുടെ കയ്യിൽ വന്നത്? സാധാരണക്കാരാണ് എന്ന്, നിരപരാധികളാണെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഇവരുടെ ഈ വന്നത് ഏഷ്യാനെറ്റിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടറുടെ ഫോൺ നമ്പർ അയച്ചു കൊടുക്കാൻ ഇവരുടെ എങ്ങനെ വന്നത്? സംഭവം നടന്ന ശേഷം എഡിറ്റ് ചെയ്ത അവിടുത്തെ വിഷ്വലുകൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ തക്കവണ്ണം, കീറി മുറിച്ച വിഷ്വലുകൾ മാധ്യമങ്ങളിൽ എത്താൻ തക്കവണ്ണം എഡിറ്റ് ചെയ്യാൻ ഇത് മാധ്യമങ്ങൾക്ക് സമയബന്ധിതമായി പറഞ്ഞു കൊടുത്തതാരാണ്? അത് വിഷ്വൽ എടുത്തിട്ടുള്ള ആൾ ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാകുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവാം, കെ സുധാകരൻ നിശ്ചയമായിട്ടുണ്ടാകാം, കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചെറിയ ഗൂഢാലോചനയല്ല. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തേക്ക് 2 യാത്രക്കാർ നടന്നു പോകുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. ചോദ്യം അതാണ്, അവർ സീറ്റ് ബെൽറ്റ് അഴിച്ച് അവിടെ നിന്ന് എണീക്കാൻ അനുവദിച്ചിരുന്നോ?
അവിടെ ഉണ്ടായിരുന്ന ബിന്ദു എന്ന് പറയുന്ന ഒരു ജീവനക്കാരി, ഒരു യാത്രക്കാരി സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തതായി പറയുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കിട്ടിയ ഒരാൾ എണീറ്റാൽ അതിനർത്ഥം പൈലറ്റിനെ ആക്രമിക്കാമെന്നാണ്, വിമാനം റാഞ്ചാമെന്നാണ്. പണ്ട് 1972 റാഞ്ചിയ ആളുകളാണല്ലോ. അന്നത്തെ കോൺഗ്രസ് ഒന്നും ഇന്നില്ല. ഇന്ന് വിമാനം പോയിട്ട് ഒരു കൊച്ചുവെള്ളം പോലും റാഞ്ചാനുള്ള പാർട്ടി ഇല്ല കോൺഗ്രസ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ പാർട്ടി അതല്ലെങ്കിൽ പോലും ഈ കോൺഗ്രസ് അങ്ങനെയാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വേണ്ടത്ര കരുത്തിൽ ചെല്ലാൻ കഴിഞ്ഞില്ല ഇ.പി. ജയരാജൻ തടഞ്ഞുകൊണ്ട്. ഇ.പി. ജയരാജൻ നെഞ്ചത്ത് ചവിട്ടി എന്നൊക്കെ ഉളുപ്പില്ലാതെ വർത്തമാനം പറയുകയെന്ന് എന്താ ഇവരെക്കുറിച്ച് പറയേണ്ടത്? അതുകൊണ്ട് ഇവരാരും തന്നെ ഇക്കാര്യത്തിൽ ശരിയായ നിലപാടെടുത്ത് ജനങ്ങളുടെ മുന്നിൽ തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയണം. അതിനേക്കാൾ കടുത്ത പ്രയോഗം ഇന്ന് ബഹുമാനപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ നേതാവ് വി.ടി. ബലറാം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി മരണം തേടേണ്ടി വരും. ഇപ്പോൾ ഉണ്ടായ വാർത്താ സമ്മേളനത്തിലെ പ്രയോഗമാണ്. ഇത് മതിയായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ചോര മരണം വരെ, മുഖ്യമന്ത്രിയെ കൊല്ലുന്നത് വരെ സമരം, ഇതല്ലേ നടക്കുന്നത്? ഞാൻ ഇന്നത്തെ ഈ ചർച്ചയിൽ ഈ വിഷയത്തോടൊപ്പം ഒരു കാര്യം പ്രധാനമായി ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഈ കള്ളക്കടത്തുകാരി മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുന്നു. രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, അവരുടെ വെല്ലുവിളി 164 വകുപ്പ് പ്രകാരമുള്ള മൊഴി പിൻവലിക്കുന്ന പ്രശ്നമില്ല. രണ്ട്, മുഖ്യമന്ത്രിയെല്ലാം ഓർപ്പിക്കും. അപ്പോൾ ഇത് കേട്ടാൽ തോന്നും 2 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്കാർ ഇതിനെക്കുറിച്ചൊരു വിവരമില്ല എന്ന്. പുതിയ വെളിപ്പെടുത്തൽ പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ 2 മണിക്കൂറായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതായിട്ട് എന്തോ പറഞ്ഞെന്ന്. അത് വ്യക്തമായില്ല എങ്കിൽ എന്താണ് ഈ സമരത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന് വ്യക്തമാവില്ല. 2017 ഷാർജ ഭരണാധികാരി കേരളത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെയുണ്ട്. ഷെയ്ഖിൻ്റെ ഭാര്യ കൂടെ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് പ്രധാനമന്ത്രി ഭാര്യയ്ക്കൊപ്പം പോകണം. അതിൻ്റെ പ്രോട്ടോക്കോൾ മനസ്സിലാക്കാൻ UAE കോൺസുലേറ്റിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന കോൺസുലേറ്റ് ജനറലിൻ്റെ സെക്രട്ടറിയെ ഈ പറയുന്ന വനിതയെ ക്ലിഫ് ഹൗസിലേക്ക് അയച്ച് മുഖ്യമന്ത്രിയും ഭാര്യയും മകളും കൊച്ചുമകനും ഇരിക്കുമ്പോൾ വർത്തമാനം പറയുന്നത് മഹാപരാധമാണോ? 2017 സംഭവം. കള്ളക്കടത്തെന്ന് ആരംഭിക്കുന്നത് 2019. ഇപ്പോൾ 2017 ക്ലിഫ് ഹൗസ് പോയി മുഖ്യമന്ത്രിയെ കണ്ടത് മഹാകാര്യം. ഇതിന് മുഖ്യമന്ത്രിയെല്ലാം ഓർപ്പിക്കാൻ നടക്കുകയാണ്. ഏത് ലോകത്താ കേരളത്തിൽ? രണ്ടാമത്തെ കാര്യം, ഒരു വാക്കൂടെ വേറൊന്നുമല്ല, ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞു കഴിയട്ടെ. ആയിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം, 164 വകുപ്പ് പ്രകാരം ഒരു മൊഴി പിൻവലിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അത് ജഡ്ജിയുടെ വീട്ടിൽ പോയി പിൻവലിക്കുമോ? ഇത് ആരോടാ സംസാരിക്കുന്നത്? ഇനി 164 വകുപ്പ് മൊഴി കൊടുത്ത് എവിടെയാണ്? കള്ളപ്പണം വെളുപ്പിക്കൽ കോടതി. കള്ളപ്പണം വെളുപ്പിക്കൽ കോടതിയിൽ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നുണ്ടോ? ചെമ്പ് ബിരിയാണി എവിടെ നിന്ന് ഇങ്ങോട്ട് പോയെന്ന് EDക്ക് അന്വേഷിക്കാൻ പറ്റുമോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏത് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കെട്ടുകഥകളെല്ലാം ഒരിക്കലും അധികാരമില്ലാത്തൊരു കോടതിയിൽ കൊണ്ട് എന്തോ എഴുതി കൊടുത്തിട്ട് കുറേ മാധ്യമങ്ങൾ കൂടെയുണ്ട്. ഏത് നിലയ്ക്കും പോകാൻ മാധ്യമങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൂടിപ്പോയി, അതല്ല മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ പറയുന്നത്? മാധ്യമങ്ങൾ പറയുന്നത് കേരള പോലീസിൻ്റെ നിയന്ത്രണമില്ലാത്തൊരു സ്ഥലത്ത്, മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണം നടത്താൻ വരുമ്പോൾ അവിടെ കേരള പോലീസിന് പകരം ഒരു ഇ.പി. ജയരാജൻ വൻമതിൽ പോലെ, ഈ കമ്മ്യൂണിസ്റ്റ് വൻമതിൽ പോലെ അവിടെ ഉണ്ട്. അത് സഖാവ് ഇ.പി. ജയരാജൻ അവിടെ ഉണ്ടായി എന്നത് പിണറായി വിജയൻ്റെ ചോര വീഴ്ത്താനുള്ള നിങ്ങളുടെ പലരുടെ ആഗ്രഹം നടക്കാത്തതിന് കാരണമായി. അതിൻ്റെ ദുഃഖം നിങ്ങൾക്കുണ്ടാവാം. പക്ഷെ കേരളം ഇത് പൊറുക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതായത് ഞാൻ ശ്രീ സജീവൻ, താങ്കളുടെ അനുമതിയോടുകൂടി ഞാൻ ഒന്നുകൂടി ശ്രീ വി.പി. സജീന്ദ്രനിലേക്ക് പോവുകയാണ്. അവർ തമ്മിൽ ഈ പ്രശ്നത്തിൽ കുറെ കൂടി വ്യക്തത വരുത്തുന്നത് താങ്കളുടെ നിരീക്ഷണത്തിന് അത് സഹായകരമാകും എന്നും വിചാരിക്കുന്നു. അതായത് ശ്രീ സജീന്ദ്രൻ, ഇപ്പോൾ ഒരു കള്ളക്കടത്തുകാരി അവരുടെ താല്പര്യാർത്ഥം അവർക്ക് ചുറ്റും നിൽക്കുന്നവരുമായി ഗൂഢാലോചന നടത്തി പല കാര്യങ്ങളും പറയുന്നു. അതിന് ഒരു മറയാക്കി ഒരു 164. കാരണം ഒരു കള്ളക്കടത്തുകാരി വാർത്താ സമ്മേളനം വിളിച്ചാൽ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും അതേ നിലയിൽ കൊടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ട് വരും. പക്ഷേ അപ്പോൾ ഇത്തരമൊരു പരിപ്രേക്ഷ്യം കൊണ്ടുവന്നാൽ, ഒരു ഇംപ്രഷൻ കൊണ്ടുവന്നാൽ കുറെ കൂടി കാര്യം എളുപ്പമാകും. ആ നിലയിൽ ആ കള്ളക്കടത്തുകാരിയുടെ വാചകങ്ങൾക്ക് വലിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സാഹചര്യം, അതിന് പിന്നിൽ നിൽക്കുന്ന ഗൂഢാലോചനക്കാരുടെ താല്പര്യവും ഇതുപോലെ പകൽ പോലെ വെളിച്ചത്ത് വന്നു. പക്ഷേ UDF പോലൊരു രാഷ്ട്രീയ മുന്നണിക്ക് ദേശീയ തലത്തിൽ ED രാഷ്ട്രീയമായി മോദി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് വിലപിച്ച് സമരം ചെയ്ത് മേല് മുഴുവൻ അടിമേടിച്ച് ദേശീയ തലത്തിൽ നിൽക്കുന്ന കോൺഗ്രസും ആ കോൺഗ്രസ് നയിക്കുന്ന UDF എന്ന മുന്നണിയും കേരളത്തിലൊരു
കള്ളക്കടത്തുകാരിയുടെ വാചകങ്ങൾക്ക് പിന്നാലെ ഈ വിധം പോകുന്നത് നിങ്ങളെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൊച്ചു വള്ളം പോലും റാഞ്ചാൻ ശേഷിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടാക്കും? അത് വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ് ശ്രീ അനിൽകുമാർ മുന്നോട്ട് വെച്ചത്. നേരത്തെ താങ്കൾ പറഞ്ഞു ഇ.പി. ജയരാജൻ കാലെടുത്ത് തൊഴിച്ചു, നെഞ്ചത്തു ചവിട്ടി എന്നാണ് പറഞ്ഞത്. ആ ദൃശ്യങ്ങൾ ഞാനിപ്പോഴും നോക്കുകയായിരുന്നു. ഇ.പി. ജയരാജൻ കൈകൊണ്ടവരെ തള്ളിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഇ.പി. അങ്ങനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ 19 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇതിലെ പ്രതി ഒരാൾ, ആ പ്രതി യഥേഷ്ടം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ, ആരുമാവട്ടെ, ശ്രീ വി.പി. സജീന്ദ്രൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ, അദ്ദേഹം ഇരിക്കുന്ന സീറ്റിന് നേരെ നടന്നെടുത്താൽ എന്താകും സ്ഥിതി? അത് നമ്മൾ കാണണ്ടേ? ഒന്ന് ഈ വിമാനത്തിൽ നമ്മളെല്ലാവരും യാത്ര ചെയ്തിട്ടുള്ള ആളുകളാണ്, ഡൊമസ്റ്റിക്കലും ഇൻ്റർനാഷണലും. അനിൽകുമാറും യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം സെക്യൂരിറ്റി ചെക്ക് ചെയ്താണ് വരുന്നതെന്ന് അറിയാമല്ലോ. ഒരു ബ്ലേഡ് പോലും അതിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. പൂർണ്ണമായി ചെക്ക് ചെയ്യാതെ ഒരാൾക്കും വിമാനത്തിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഇപ്പം വിമാനത്തിൽ കയറിയിട്ടില്ലാത്ത ആളുകളാണ് ഈ പറഞ്ഞതെല്ലാം വിശ്വസിക്കും. പിന്നെ അനിൽകുമാർ പറഞ്ഞ കോൺഗ്രസ്സിന് ഒന്നും റാഞ്ചാൻ കെൽപ്പില്ല, ഞങ്ങൾക്ക് ഇച്ചിരി ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങളങ്ങ് വളർന്ന് അങ്ങ് പന്തലിച്ചങ്ങ് കിടക്കുകയാണല്ലോ. ബംഗാളിലും ത്രിപുരയിലും എല്ലാം വളർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ അവരവർ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മുടെ സ്ഥിതി എന്താണെന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ബംഗാളിൽ 35 വർഷം ഭരിച്ചിട്ട് ആ സ്ഥിതി എന്താ? ത്രിപുരയിൽ ഇപ്പം CPM-ൻ്റെ ആളുകളൊക്കെ കാട്ടിക്കയറിയിട്ട് തിരിച്ചു വന്നിട്ടില്ലെന്ന് അറിയാൻ കഴിയുന്നത്. ബംഗാളിലെ CPM-ൻ്റെ ഓഫീസൊക്കെ BJP ഓഫീസായി മാറി. അതുകൊണ്ട് ആ കാര്യത്തിനെക്കുറിച്ചൊന്നും പറയരുത്. കോൺഗ്രസ്സിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ സംഭവിക്കുന്നു, ഞങ്ങൾ പഴയ പ്രതാപത്തിലൊന്നുമല്ല, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോവാണ്. പിന്നെ മറ്റൊന്ന്, കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന സോണിയാഗാന്ധിക്കെതിരായും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായും ഇതേപോലുള്ള കള്ളക്കേസുകൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നതിനൊന്നും ഞങ്ങൾ വിമുഖതയൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടൊന്നേ ഉള്ളൂ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 164 സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് മാത്രമല്ല, 164 സ്റ്റേറ്റ്മെൻറ്റ് 2 വർഷം മുമ്പ് നടത്തിയതാണ്. ഇതേവരെ ഒരു അന്വേഷണവും കേന്ദ്ര ഏജൻസികളൊന്നും അന്വേഷണവും നടത്തിയിട്ടില്ല. ഞാനത് പറഞ്ഞു വന്നോട്ടെ, അത് കഴിഞ്ഞ് ഇടപെട്ടോളൂ. ഈ കസ്റ്റംസിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ സുമിത് കുമാർ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അഫിഡവിറ്റിലുള്ളത് എന്ന് അദ്ദേഹം തന്നെ അഫിഡവിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 2 വർഷം മുമ്പ് അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. കേന്ദ്ര ഏജൻസികളൊന്നും അന്വേഷിക്കുന്നില്ല. അപ്പൊ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാത്തതിന് ആ അഫിഡവിറ്റിന് ശേഷം അന്വേഷണം ക്ലോസ് ചെയ്ത് കുറ്റപത്രം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം, നിങ്ങളെ കുറച്ചുകൂടി ഇതൊക്കെ അറിയുന്ന ആളുകളാണ്. കുറ്റപത്രം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ച് അതിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ അന്വേഷണ ഏജൻസികൾ അത് ഒഴിവാക്കുന്നു. പിന്നീട് വേറൊരു രൂപത്തിൽ ഈ കള്ളക്കടത്തുകാരി അത് പുറത്ത് ചർച്ചയാക്കാൻ വേണ്ടി രൂപീകരിക്കുന്നു, അതിന് നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ അതിലൊരു ആവർത്തന സ്വഭാവമല്ലേ സത്യത്തിലുള്ളത്? ഞാനൊരു കാര്യം പറയട്ടെ, എന്താണ് ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം പുറത്തു പറയാൻ കാര്യം? ഇവരുടെ ജീവന് സുരക്ഷയില്ലെന്ന് അവർക്ക് തോന്നി. അവരുടെ മകനെ പോലും നഷ്ടപ്പെടുമെന്നുള്ള സ്ഥിതിവിശേഷം വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ഇടനിലക്കാരൻ രംഗത്തിറങ്ങിയല്ലോ. ADGPയെ വിളിച്ച എത്ര പ്രാവശ്യമാണ്? 36 പ്രാവശ്യം. 36 പ്രാവശ്യം വിളിച്ചെന്ന് ഷാജി കിരൺ തന്നെ പറയുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ഓൺലൈനിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയുടെയും ഹവാല പണം വിദേശത്തേക്ക്, അതായത് അമേരിക്കയിലേക്ക് കടത്തുന്നത് എന്ന ഒരു ഓൺലൈനിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ. അങ്ങനെയുണ്ട് ആ ഓൺലൈൻ വാർത്ത അദ്ദേഹം കാണിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഈ ഷാജി കിരണനെ ചോദ്യം ചെയ്യാൻ പിടിക്കാത്തത്? ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. മുഖ്യമന്ത്രിയെ വിട്ടുകളയുക. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ പോലും വലിച്ചഴിച്ചില്ലേ? അപ്പം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഷാജ് കിരണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഈ പറയുന്ന സ്വപ്ന സുരേഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഇതിൽ അവാസ്തവമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന് മാനഹാനി നേരിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പേര് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ. ഇതുവരെ കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. അതേപോലെ തന്നെ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് വക്കീൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല.
ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരി. ഈ ഷാജി കിരൺ നേരത്തെ നടത്തിയ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും വിദേശത്തേക്ക് കടത്തി എന്ന് പറയുന്നത് അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ശരി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കേസാണ്. നേരത്തെ പറഞ്ഞ കേസാണേലും ഇന്നലെ പറഞ്ഞതാണേലും 3 മാസം മുമ്പ് പറഞ്ഞ കേസാണേലും എല്ലാ സ്റ്റേറ്റ്മെന്റിനും ഒരേ അർത്ഥവും ഒരേ കാര്യമേ ഉള്ളൂ. അല്ലാതെ 3 മാസം മുമ്പ് പറഞ്ഞതിനും 6 മാസം മുമ്പ് പറഞ്ഞതിനും ഇന്ന് പറഞ്ഞതിനും വ്യത്യസ്തമായ ഇതല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ചില പ്രധാനപ്പെട്ട കോൺഗ്രസ് വാദങ്ങളും ആരോപണങ്ങളുമാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. ഞാൻ ശ്രീ സജീവനിലേക്ക് വരുന്നതിന് ഇതിനൊരു ചെറിയ മറുപടി കൂടി ശ്രീ അനിൽകുമാർ തന്നുകൊണ്ട്, അതായത് അദ്ദേഹം ചോദിച്ചു കേട്ടില്ലേ, കയ്യിലൊരു ബ്ലേഡ് പോലും ഇല്ലല്ലോ. ഞാൻ ചോദിച്ചു, 19 കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ നടന്നെടുക്കുമ്പോൾ അവർ തന്നെ പറയുന്നത് പ്രതിഷേധിക്കാനാണ്. ആ പ്രതിഷേധിക്കാൻ ചെല്ലുന്ന ഒരാളുടെ മനോനില, പ്രതിഷേധം എന്നത് വാദത്തിനെടുത്താൽ തന്നെ എന്താണ് മനോനില, അതും ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ. അപ്പോൾ പിന്നെ അയാളുടെ കയ്യിൽ ഒരു ബ്ലേഡ് പോലും ഇല്ലെങ്കിൽ അയാളെ നിഷ്കളങ്കനായി കരുതണ്ടേ? എന്തെങ്കിലും അപാകത അതിലുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ പണ്ട് 164 എടുത്തില്ലേ, 164 അത് ഇവരുടെ ഉറപ്പാണ്. അത് വിശ്വസിക്കണമായിരുന്നു മുഖ്യമന്ത്രി എന്നാണ്, അല്ലെ ഇ.പി. ജയരാജൻ. രണ്ടാമത്തത് 164 2 വർഷം മുമ്പ് എടുത്തില്ലേ, പക്ഷേ എടുത്തിട്ടും അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ചിട്ടേ ഇല്ല എന്നാണ് കോൺഗ്രസിൻ്റെ അക്കാര്യത്തിലുള്ള രണ്ടാമത്തെ വാദം. മൂന്നാമത്തത്, ഇപ്പോൾ ഷാജ് കിരണുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികൾ സ്വീകരിക്കാത്തത് സംശയാസ്പദമാണ് എന്നതിന് ആധാരമായ ചില വാദങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ശ്രീ സജീവനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ശ്രീ അനിൽകുമാർ ഒന്ന് ചുരുക്കത്തിൽ വിശദമായിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ശേഷം വരാം. ഒന്ന്, ഇവർക്ക് കഠാരയോ വടിവാളോ ഒന്നും അതിൻ്റെ അകത്ത് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമുണ്ട്. വിമാനത്തിൽ പൈലറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ ഇവർ പറയുന്നത് അനുസരിക്കലാണ് ഒന്നാമത്തെ തത്വം. അതനുസരിച്ച് ബോർഡിംഗ് പാസുമായിട്ട് കയറി കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞാൽ ഇടണം. സീറ്റ് ബെൽറ്റ് അടിക്കാൻ മൈക്കിൽ കൂടെ അനൗൺസ്മെൻറ്റ് വരും. വണ്ടി ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അനൗൺസ്മെൻറ്റ് വരും. ഓരോ നമ്പർ പാസഞ്ചറെ വിളിച്ചാണ് ഇറക്കുന്നത്. 1 to 20 ആദ്യം ഇറങ്ങാം. മുഖ്യമന്ത്രി ഉണ്ട്, മുഖ്യമന്ത്രിക്ക് ആദ്യം ഇറങ്ങാം. പിന്നീട് ഇറങ്ങേണ്ട പാസഞ്ചേഴ്സിൻ്റെ നമ്പർ ഫ്ലൈറ്റെ വിളിക്കും. ഞാൻ ഫ്ലൈറ്റെ യാത്ര ചെയ്തിട്ടുണ്ട്. 20 മുതൽ 40 വരെയുള്ള യാത്രക്കാർക്ക് ഇറങ്ങാനുള്ള സമയമായി, വിളിക്കുകയല്ലേ. ഇങ്ങനെയല്ലേ വിമാനം പോകുന്നത്. അതിലേറ്റവും പുറകിരിക്കുന്ന ആളുകൾ തള്ളിക്കയറി മുന്നോട്ട് വരുന്നത്, ആ ക്യൂ ആയിട്ട് പോകേണ്ട യാത്രക്കാർ ആ ക്രമത്തിൽ ഇറങ്ങേണ്ടതിന് പകരം തള്ളിക്കയറി മുന്നോട്ട് വരുന്നത് ഏത് ഫ്ലൈറ്റിലെ ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവർ അസാധാരണമായ പെരുമാറ്റം നടത്തിയാൽ ഏത് നിയമപ്രകാരവും അതിന് മുന്നോട്ട് പോകാൻ കഴിയും. അതാണൊന്ന്. രണ്ട്, സ്വപ്ന 164 സ്റ്റേറ്റ്മെൻറ്റ് കസ്റ്റംസ് കോടതി കൊടുത്തു. എന്തുകൊണ്ട് അന്വേഷണ ഏജൻസി സ്വീകരിച്ചില്ല? നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉത്തരം പറയേണ്ടത്. എന്താണ് കസ്റ്റംസിൻ്റെ കേസ്? സ്വപ്നയുടെ ലോക്കറിൽ നിന്നും 1 കോടിയോളം രൂപ പിടിച്ചു. ഈ പണം കള്ളക്കടത്തിലൂടെ സംഭരിച്ചതാണ് എന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയത്. സ്വപ്ന പറയുന്നു, ഞാൻ കള്ളക്കടത്തെ നടത്തിയിട്ടില്ല, ഈ പണം ലൈഫ് മിഷനിൽ കൈക്കൂലിയായി കിട്ടിയതാണ്. അപ്പോൾ ലൈഫ് മിഷൻ്റെ കൈക്കൂലി കിട്ടിയെന്ന് കസ്റ്റംസ് സമ്മതിച്ചാൽ കള്ളക്കടത്ത് കേസ് തീർന്നു. സ്വപ്നയ്ക്ക് കള്ളക്കടത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? കസ്റ്റംസ് കോടതിയിൽ 164 കൊടുത്തിട്ട് സ്വപ്ന പറഞ്ഞു, അയ്യോ ഇത് ലൈഫ് മിഷൻ്റെ കൈക്കൂലിയാണ്, ഞാൻ കള്ളക്കടത്ത് നടത്തിയിട്ടില്ല. അപ്പോൾ ആ മൊഴി ED ആവശ്യപ്പെട്ടു. 164 ED ആവശ്യപ്പെട്ടപ്പോൾ കസ്റ്റംസുകാർ പറഞ്ഞു ഈ മൊഴി കൊടുക്കരുത്. കാരണം എന്താണ്? ഇവന്മാർ ഞങ്ങളുടെ കേസ് കുളവാക്കും. ഈ മൊഴി ദുരുപയോഗിച്ചിട്ട് സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടി സ്വീകരിക്കുന്നുവെന്ന് അതിൽ എതിർവാദം ഉന്നയിച്ച ആളുകളാണ് കസ്റ്റംസ്. കേരള മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്നല്ല, കള്ളക്കടത്തുകാരിയായ സ്വപ്ന കള്ളക്കടത്തിലൂടെ സംഭരിച്ച പണമാണ് സ്വപ്നയുടെ ലോക്കറിലുള്ളത്. അതുകൊണ്ട് ED എന്ന് പറയുന്ന കൂട്ടരെ ഈ കേസ്, സ്വർണ്ണ കള്ളക്കടത്ത് കേസ് അട്ടിമറിക്കാൻ നടക്കുന്ന കാപാലിക സംഘമാണ്, നിയമവിരുദ്ധ സംഘമാണ്, ഈ കേസിനെ ഇല്ലാതാക്കുന്ന സംഘമാണ്. ഇത് പറഞ്ഞതാരാണ്? കസ്റ്റംസാണ്. ആ കസ്റ്റംസ് ആ നിലപാടെടുത്തുകൊണ്ട് 164ൻ്റെ കോപ്പി പോലും EDക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ EDക്ക് കിട്ടാത്ത 164 വേറൊരു രൂപത്തിൽ EDക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഒരവതാരമുണ്ടായി. സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ ഒരു അവതാരം ഉണ്ടായി. അതാണ് കൃഷ്ണരാജ് വക്കീലിൻ്റെ അവതാരം. ആ അവതാരത്തെ അവിടേക്ക് നയിച്ചത് HRDS ആണ്. അവിടേക്ക് നയിച്ചത് ക്രൈം നന്ദകുമാറാണ്. അവിടേക്ക് നയിച്ചത് PC ജോർജാണ്. ആ കൂട്ടുകച്ചവടത്തിൽ ആരൊക്കെ ഉണ്ട്? എത്രയോ സംഭാഷണങ്ങൾ പുറത്തു വന്നു. എത്രയോ നാളായിട്ട് ഈ ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം അറിയാത്ത ആളാണോ ബഹുമാനപ്പെട്ട സജീന്ദ്രൻ? അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നിങ്ങൾ എത്ര കാലം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കും? നിങ്ങൾ 2 കൊല്ലക്കാലം
അതായത് കേരളത്തിൽ ഭരണത്തുടർച്ച ഉണ്ടാകാതിരിക്കാൻ ഇതിൻ്റെ നേരെ ബലം പ്രയോഗിച്ച് കോലാഹലങ്ങൾ നടത്തി സമരം നടത്തിയിട്ടും ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചില്ല. ഇപ്പോഴും സഖാവ് പിണറായി വിജയനെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇതിലൊന്നും വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല, സർക്കാർ അതിൻ്റെ എല്ലാ നടപടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ 900 വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സമരമൊന്നും ഞങ്ങളുടെ ഏകാഗ്രതയെ നശിപ്പിക്കാൻ പോകുന്നില്ല. ആ ഉറപ്പ് സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇന്നും സർക്കാർ പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് പോവാണ്. നിങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾ വികസനം ഉണ്ടാക്കും. അതാണ് കേരളം. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. താങ്കൾ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അനിൽകുമാറേ, അല്ല ഒരു സെക്കൻഡ്. ബഹുമാനപ്പെട്ട അനിൽകുമാർ ഇതേപോലെ ഒരു ചർച്ചയിൽ തൃക്കാക്കര ഇലക്ഷൻ ഇതേപോലെ വന്നിരുന്നു പറഞ്ഞു. അതേ പറഞ്ഞ എന്താ, പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോഴും രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ജനങ്ങളുടെ ചിന്താഗതിയൊക്കെ മാറി. അപ്പോൾ തൃക്കാക്കര ഇലക്ഷന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ 100% വിശ്വാസമാണ്, അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ തമ്മിൽ ചർച്ച നടത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൃക്കാക്കര ഇലക്ഷനിലുള്ള വിധി മനസ്സിലായല്ലോ. പിണറായി വിജയനെ ഇപ്പൊ എത്രമാത്രം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചെന്നുള്ളൂ. 2411 വോട്ട് കൂടുതൽ കിട്ടി പിണറായി വിജയൻ ഇത്തവണ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ. ഒരു കൊല്ലം കൊണ്ട് 2411 പേര് ഞങ്ങൾക്ക് കൂടുതലായി വന്നു. അതാണ് ഞങ്ങളുടെ വിശ്വാസം. BJP ഇല്ലായിരുന്നത് നിങ്ങളുടെ പെട്ടി വോട്ട് കുറഞ്ഞാനെ, SDP ഇല്ലായിരുന്നത് നിങ്ങളുടെ പെട്ടി വോട്ട് കുറഞ്ഞാനെ. സത്യത്തിൽ കുന്നത്തുനാട്ടിൽ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ തോൽവിക്ക്, സജീന്ദ്രന്റെ തോൽവിക്ക് 2020 കാരണമായെങ്കിൽ തൃക്കാക്കരയിൽ അതേ 2020യുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ മത്സരിച്ച അതേ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ അവർ നേടിയതും നിങ്ങൾക്ക് കുറഞ്ഞു പോയതുമായ വോട്ട് UDF-ലേക്ക് വന്നു. BJP-യുടെ വോട്ട് നിങ്ങൾക്ക് ലഭിച്ചതും ഒക്കെ വരികയും കൂടി ചെയ്താൽ ആണ് ഈ 25,000-ൽ എത്തുന്നത്. അല്ലെങ്കിൽ ഒരു നെറ്റ് ടു നെറ്റ് ഫൈറ്റിന്റെ തൃക്കാക്കരയുണ്ട്. അത് വേറെ കാര്യം, ഇന്നത്തെ വിഷയവുമല്ല. പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി ജയിക്കാൻ തൃക്കാക്കരയിലെ ജനങ്ങൾ സമ്മതിച്ചില്ല. അതാണ് അവിടെ നടന്നത്. തീർച്ചയായും ജയിച്ചു കഴിയുമ്പോൾ ആ വിലയിരുത്തലിനുള്ള നല്ല അവകാശമുണ്ട്. തീരുമാനിച്ചു. റൈറ്റ്, UDF-ന് അങ്ങനെ വിലയിരുത്താനുള്ള അവകാശമുണ്ട് ജനാധിപത്യപരമായി. സർ, ഇതാണ് യഥാർത്ഥം ഞാൻ പറഞ്ഞതാണ്. ഞാൻ ശ്രീ സജീവനെ കൂടി ചർച്ചയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളതാണ്. ഇതുപോലെ നിങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാം, ജനാധിപത്യപരമായി ചെയ്യാം. അതല്ലാതെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വിമാനത്തിൽ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറിപ്പറ്റി അതിനകത്ത് കൂടി ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യം ചെയ്യുന്നു എന്നുള്ളതല്ല ജനാധിപത്യപരമായ സമരം എന്ന് പറയുന്നത്. ആശയപരമായി ഇത്തരം പോരാട്ടങ്ങളാകാം, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാം, അത് ഏറ്റുമുട്ടാം, നല്ലതല്ലേ? ശ്രീ സജീവൻ, നേരത്തെ ശ്രീ അനിൽകുമാർ പറയുകയുണ്ടായി, ഈ വിമാനത്തിൽ കയറുമ്പോൾ തന്നെ ലക്ഷ്യം മാധ്യമപ്രവർത്തകരെ അറിയിക്കുന്നു, മുൻകൂറായി അറിയിക്കുന്നു. 36,000 രൂപയുടെ ഏറ്റവും മുന്തിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും ടിക്കറ്റിന് പൈസ മുടക്കേണ്ടി വരുന്നു 3 പേർക്ക്. 36,000 രൂപ മുടക്കി ഈ ടിക്കറ്റ് എടുത്തു കൊടുത്തത് കോൺഗ്രസ് നേതൃത്വമാണ് എന്ന നിലയിലുള്ള ആരോപണവും പശ്ചാത്തലവും നിൽക്കുന്നു. ഇങ്ങനെ ഒരു പൊതു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ നേതാക്കൾ പറഞ്ഞത് വെച്ചുകൊണ്ടും ഇതിനകത്ത് ഇപ്പോൾ അത് പ്രതിഷേധം മാത്രമല്ലേ, 2 മുദ്രാവാക്യം വിളിച്ചതല്ലേ എന്ന നിലയിൽ ചുരുക്കിക്കാട്ടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. LDF ആകട്ടെ ഈ വ്യോമയാന നിയമത്തിൻ്റെ ചട്ടങ്ങൾ, അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത അത് ശ്രീ സജീന്ദ്രനും ഒരർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ രൂപത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ നടപ്പാക്കാൻ ശ്രമിച്ച, ആസൂത്രണം ചെയ്ത നടപടികൾ, ആക്രമണം എന്നുള്ളത് ഒരു വിശാലമായ ആസൂത്രണത്തിൻ്റെ ലക്ഷണമൊത്ത ഏർപ്പാടാണോ? എന്താണ് താങ്കൾ പൊതുവിൽ ഇതിൽ കാണുന്നത്? ചർച്ച ഞാൻ സജീന്ദ്രനൊപ്പം നിൽക്കുകയാണ്. കാരണം സജീന്ദ്രൻ പറഞ്ഞത് വളരെ ശരിയായി ഞാൻ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു. അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ 2 മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവർ സീറ്റിനകത്ത് ആ സീറ്റിൽ തന്നെ ഇരുന്ന് 2 മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ അതും നിയമവിരുദ്ധമാണ്. അതിലേക്ക് പോവാം. നമ്മൾ പറയാം, അവരെ അവിടുന്ന് എണീറ്റിട്ട് പോലും ഇല്ലല്ലോ. അവരിയ്ക്കുന്ന സീറ്റിൽ ഇരുന്നു കൊണ്ട് 2 മുദ്രാവാക്യം വിളിച്ചു. മുഖ്യമന്ത്രി ഗോ ബാക്ക് എന്നോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ പറഞ്ഞിട്ട് അവര് അനങ്ങാതിരുന്നു എങ്കിൽ നമുക്കിത് പറയാം. ഇതല്ല. പിന്നെ ഇത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സമയത്തല്ലാതെ എഴുന്നേറ്റിട്ട് അവർ മുഖ്യമന്ത്രിക്ക് നേരെ പോകുന്നു. അപ്പൊ അവരുടെ കയ്യിൽ ആയുധമില്ല. സ്വാഭാവികമാണ്, ആയുധമായിട്ട് തന്നെ വിമാനത്തിനകത്ത് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുധം വേണ്ട ഒരാളെ കൊല്ലാൻ ആയുധത്തിന്റെ ആവശ്യമില്ല. 2 കൈ കൊണ്ട് 2 യുവാക്കൾ, ബലിഷ്ഠരായിട്ടുള്ള 2 യുവാക്കൾ, പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനെ കഴുത്ത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും, ഒരു സംശയമില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെ ചെരുപ്പൂരി അടിക്കാം, അങ്ങനെ പലതരത്തിൽ ആക്രമിക്കാം, കൈകൊണ്ട് ഭേദ്യം ചെയ്യാം, അങ്ങനെ പലതരത്തിലും ചെയ്യാനുള്ള സാധ്യത. എന്തിനാണ് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ അവരവിടെ നിന്ന് ആ സീറ്റിൽ ഇരുന്നു കൊണ്ട്
മാത്രം മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഞാനും ന്യായീകരിക്കും. ഇവർക്ക് അങ്ങനെ ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അവർ എഴുന്നേറ്റിട്ട് പോലുമില്ലല്ലോ എന്ന് പറയും. ഇവിടെ അതല്ല, അവരതുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പൊ പറയുന്നത് എന്തിനാണ് ഇ പി ജയരാജൻ എന്ന് പറയുന്ന ഈ CPM ഗുണ്ട എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ചില ചോദ്യങ്ങള്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, എനിക്ക് അങ്ങനെ പ്രത്യേക നേതാവില്ല. എന്റെ മക്കളെയോ എന്റെ ഭാര്യയെയോ ആരെങ്കിലും ഇതേപോലെ മുദ്രാവാക്യം വിളിച്ച് ആക്രമിക്കാൻ വരികയാണ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ, ഇനി സെക്യൂരിറ്റി സ്റ്റാഫ് വന്നിട്ട് അവരെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് തീരെ ശക്തിയില്ലെങ്കിലും എനിക്ക് എണീക്കാൻ പോലും ശക്തിയില്ലെങ്കിലും പരമാവധി ശക്തിയോടുകൂടി അവരെ നേരിടും. ഇവിടെ ഇ പി ജയരാജൻ ചവിട്ടുന്നത് ഞാൻ കണ്ടില്ല, ഇ പി ജയരാജൻ പിടിച്ച് തള്ളുന്നത് കണ്ടു. തീർച്ചയായിട്ടും തള്ളും. അത് ഇ പി ജയരാജന്റെ മുഖ്യമന്ത്രി എന്നുള്ള മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവാണ്. അദ്ദേഹത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള CPMന്റെ PB മെമ്പറായിട്ടുള്ള ഒരാളെ ഇത്തരത്തിൽ ആക്രമിക്കാനാണോ വരുന്നത്? അല്ലെങ്കിൽ ഇവർ പറയണം ഞങ്ങളിത് ആക്രമിക്കുന്നില്ല, ഞങ്ങൾ 2 മുദ്രാവാക്യം വിളിച്ചിട്ട് പോകാനാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പോലല്ലോ. അവരെ 2 പേര് അടുക്കുകയാണ്. അവർ ചെന്നിട്ട് ഞാനാണ് അങ്ങനെ പോകുന്നിരിക്കുക, ഞാൻ മുദ്രാവാക്യം വിളിച്ചു പോയിട്ട് മുഖ്യമന്ത്രിയുടെ മുഖത്തടിക്കുന്നു, അല്ലെങ്കിൽ ചെരുപ്പൂരി അടിക്കുന്നു, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കുന്നു. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. എന്റെ മനസ്സിലുള്ള എന്താണ് എന്ന് ഞാൻ പുറത്ത് പറയുന്നില്ലല്ലോ. ഞാൻ ഇത്ര കാര്യം ചെയ്യാം, നാഷണൽ എയർപോർട്ട് അതോറിറ്റിയോ അല്ലെങ്കിൽ ഈ വിമാന കമ്പനിയെയോ പൈലറ്റിനെയോ ഒക്കെ നേരത്തെ അറിയിക്കണം, ഞങ്ങൾ ഇത് 2 മുദ്രാവാക്യം വിളിച്ച് 2 അടി മുന്നോട്ടേക്ക് വെക്കും, എന്നിട്ട് ഞങ്ങൾ വളരെ സ്വസ്ഥമായിട്ടിരിക്കും, എന്നിട്ട് അവർ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. ഈ വ്യക്തികൾ അത്ര ദൂരം മുന്നോട്ടേക്ക് പോയി എന്നുള്ളതും അവർ യുവാക്കളാണ് എന്നുള്ളതും അവർ നേരത്തെ തന്നെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഓരോന്നും ഷൂട്ട് ചെയ്യാൻ അവരിൽ തന്നെ ഒരാളുണ്ട് എന്നുള്ളത് കൊണ്ടും അവരെന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന ആള് നമ്മൾ കൊലപാതകം നടത്തിയിട്ടല്ലല്ലോ അത് കൊലപാതക ശ്രമം എന്ന് പറയാം. കൊലപാതകത്തിനുള്ള ഇന്റൻഷൻ ഏത് രീതിയിലാവാം നമുക്കറിയില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും മക്കള് എന്താണ് ഈ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളെയൊക്കെ ചവിട്ടി വീഴ്ത്തുന്നതും കൊല്ലുന്നതും ഒക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഒന്നാമത് വിമാനത്തിനകത്ത് നടത്തേണ്ട പെരുമാറ്റം മര്യാദ പോലും അല്ല, അത് വളരെ കർക്കശമായ നിയമമുണ്ട്. എല്ലാവരും പറഞ്ഞൊരു വിമാനത്തിൽ പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും വിമാനത്തിൽ പോയിട്ടുള്ള ആളുകളാണ്. ഇനിയിപ്പം നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലാണെങ്കിലും വിദേശ ഫ്ലൈറ്റിലാണെങ്കിലും ഒക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. അവിടെയൊക്കെ എനിക്ക് തോന്നിയ രൂപത്തിൽ ഓടി വന്ന് കയറും, ബസ്സിൽ ചാടി കയറുന്ന പോലെ. ഇവിടെ സജീവൻ ഒരു ചെറിയ കാര്യം കൂടി, ഇപ്പോ UDF ചെയ്യുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലേ, ഇന്ന് ഇ പി ജയരാജനും പറയുകയുണ്ടായി, ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അനുവദനീയമായ സമയത്ത് മാത്രമേ സീറ്റ് ബെൽറ്റ് അഴിച്ച് നമ്മൾക്ക് സീറ്റിൽ നിന്ന് എണീക്കാനാവുകയുള്ളൂ. അതിന് മുമ്പ് തന്നെ ഇവർ എഴുന്നേൽക്കുന്നു, ക്യാബിൻ ക്രൂ തടസ്സപ്പെടുത്തുന്നു, ഇടപെടുന്നു. എന്താണ് അവിടെ ഇരിക്കൂ എന്ന നിലയിൽ പറയുന്നത്? കാരണമുണ്ട്. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിമാനത്തിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങാൻ അനുവാദമുള്ളയാൾ ആ സീറ്റ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനത്തിൻ്റെ ഡോറും സീറ്റ് അലൈൻമെൻറ്റും എല്ലാം നോക്കിയാലും മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ടും ആദ്യം ഇറങ്ങാൻ അദ്ദേഹത്തിനാണ് അവസരം. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഉദ്ദിഷ്ട കാര്യം നടപ്പാക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യാണ് ഇവർ? ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സീറ്റിൽ നിന്ന് വേഗത്തിൽ സീറ്റ് ബെൽറ്റ് വിടുവിച്ച് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതാണ് ആ ദൃശ്യങ്ങൾ. അവിടെ ഇവർ ഇടപെട്ടിട്ടും അവർ കൂസാതെ നടന്നു പോകുമ്പോഴാണ് ഇ പി ജയരാജൻ അവിടെ വരുന്നത്. ഇ പി ജയരാജൻ ഇവരെ പിടിച്ചു തള്ളുന്നതും ദൃശ്യങ്ങളിൽ പ്രകടമാണ്, വ്യക്തമാണ്. അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ആക്രമണം തടയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ ഉത്തരവാദിത്വം, അദ്ദേഹത്തിൻ്റെ തോന്നലതായിരുന്നു. അത് ഒരു പ്രത്യാക്രമണമായി കണക്കാക്കാനേ ആവില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെന്നാണ്. അല്ല, അത് ഇ പി ജയരാജനെതിരെ കേസെടുക്കണമെങ്കിൽ നിയമപരമായിട്ട് കേസെടുക്കാൻ വരാം. ശ്രീ സജീന്ദ്രൻ, ഞാൻ വരാം. താങ്കളുടെ അവസരം നഷ്ടപ്പെടില്ല. സജീന്ദ്രൻ, ഞാൻ വരാം. ശ്രീ സജീവൻ പൂർത്തിയാക്കോളൂ. ഞാൻ മുഖ്യമന്ത്രിയെ മാറ്റാം. VD സതീശനാണ് ഇതേപോലെയുള്ളത്. VD സതീശന് നേരെ ഇതേപോലെ അനിൽകുമാർ മുദ്രാവാക്യം വിളിച്ച് പോകുന്നതായിരിക്കാം. സജീന്ദ്രൻ അത് കണ്ടിട്ട് നോക്കിയിരുന്ന് ചിരിക്കുമോ? അത് ഏതെങ്കിലും ആൾക്ക് പറ്റുമ്പോ ഞാൻ എന്റെ വ്യക്തിപരമായ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് വ്യക്തിപരമായ കാര്യം പറയും. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, CPMല് ഏറ്റവും ഉയർന്ന പദവി എന്ന് പറയുന്നത് PB മെമ്പർഷിപ്പ് ആണല്ലോ. PB മെമ്പറായിട്ടുള്ള ഒരാളെ ഇത്തരത്തിൽ ആക്രമിക്കാൻ പോകുന്നു എന്ന് തോന്നിയാൽ, കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് തോന്നിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര കമ്മിറ്റി അംഗം ഒന്നും ആവണമെന്നില്ല, വെറും ബ്രാഞ്ച് അംഗമാണെങ്കിൽ പോലും തോന്നിയാൽ ഈ തരത്തിൽ തടയും. അപ്പൊ അതിൽ തെറ്റ് അത് നിയമപരമല്ലെങ്കിൽ പോലും തടഞ്ഞു. കാരണം അത് ഇനി സെക്യൂരിറ്റി സ്റ്റാഫ് വന്ന് തടയട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നും ആരും ചെയ്യില്ല. അത് മാനുഷികമായിട്ട് ആരും ചെയ്തു പോകുന്നതാണ്. ശരി,
അത് ആ റിഫ്ലക്സ് പോലെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ശ്രീ വി പി സജീന്ദ്രൻ, നേരത്തെ ശ്രീ സജീവൻ സംസാരിച്ചപ്പോൾ താങ്കൾ അതിൽ വിയോജിച്ചുകൊണ്ടാവണം സ്വാഭാവികമായും കൈ ഉയർത്തുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ താങ്കളിലേക്ക് തന്നെ, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു വിമാനയാത്രയിലാണ് എന്നുള്ളത് ഏതായാലും ആർക്കും മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യമല്ല. വിമാനയാത്രയ്ക്ക് അതിൻ്റേതായ പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് പാലിക്കാൻ എല്ലാവരും ഉത്തരവാദപ്പെട്ടവരാണ്. അത് ലംഘിക്കുന്നത് പലപ്പോഴും അങ്ങേയറ്റം ഭീകരവിരുദ്ധ നിയമങ്ങൾക്ക് സമാനമായ രീതിയിലാണ് അതിലെ ക്രിമിനൽ നടപടികൾ, ഇടപെടലുകൾ, വിചാരണ ചെയ്യപ്പെടുക, ആ നിലയിൽ മുന്നോട്ട്. ഇതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അത്രയും ആർക്കും ഇടയിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെയാണ് ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ട് ഞാൻ ഇടവേളയിൽ നോക്കുകയായിരുന്നു. യൂട്യൂബ് ലൈവിൽ ഈ ചർച്ച കണ്ടുകൊണ്ട് പ്രേക്ഷകർ പ്രതികരിച്ചത്. ഇപ്പോൾ സജീവൻ സാറ് പറഞ്ഞത് ജനങ്ങൾ ചിന്തിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നുവെന്ന് അവർ കൂടി പറഞ്ഞത് ഞാൻ ശ്രീ സജീന്ദ്രൻ്റെ മുമ്പാകെ വെക്കുകയാണ്. നമ്മുടെ യുക്തിക്ക് ഒരിക്കലും നിരക്കാത്ത വിശദീകരണങ്ങളാണ് ഇതിൽ ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രീ സജീവൻ പറഞ്ഞതിൻ്റെ കൃത്യമായ ചുരുക്കം. നിങ്ങൾ എങ്ങനെ വിശദീകരിച്ചാലും ആളുകളുടെ പൊതുബോധത്തിനും യുക്തിക്കും നിരക്കാത്ത കാര്യമാണ്. ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പറഞ്ഞയച്ച് ഈ കൃത്യം ചെയ്യിച്ച് ഹീറോയാകാം എന്ന് വിചാരിച്ച നേതാക്കൾ യഥാർത്ഥത്തിൽ എന്ത് നേടി? ഈ കൈരളി കമൻ്റ് ഇടുന്ന ആളുകൾ ആരാണെന്നുള്ള വിവരം ശരത്തിനും എനിക്കും അറിയാമല്ലോ. അതിലൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ സജീവൻ സാർ പറഞ്ഞതേ, സജീവൻ സാർ ഒരു നിഷ്പക്ഷ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചിന്തകനെന്നും പറഞ്ഞ് നിങ്ങളവിടെ കൊണ്ട് ഇരുത്തും. അല്ല, രാഷ്ട്രീയ ചിന്തകനായിട്ടാണ് നിങ്ങൾ കൊണ്ട് ഇരുത്തുന്നത്. നിഷ്പക്ഷൻ എന്ന് പറഞ്ഞാണ് കൊണ്ടിരുന്നത്. പക്ഷേ അതെ, അദ്ദേഹം സീനിയർ മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഇതുപോലെ നിഷ്പക്ഷ ഒരു കാര്യം പറഞ്ഞു, LDF ആണ് ജയിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്പക്ഷത എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഇതൊരു ചെറിയ വിമാനമാണ്. ആ ചെറിയ വിമാനത്തിൽ ഒരാൾക്ക് മാത്രം, വണ്ണം കുറഞ്ഞ ആൾക്ക് നേരെ നടന്നു പോകാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ EP ജയരാജനെ പോലുള്ള ആളുകൾക്ക് ചെരിഞ്ഞ് മാത്രം പോകാൻ പറ്റുന്ന ഒരിടം മാത്രമേ ഈ വിമാനത്തിൻ്റെ ഇടനാഴി ഈ പറയുന്ന സ്ഥലത്തുള്ളൂ. അവിടെ ജയരാജൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതാണ് ആ വിമാനത്തിലെ സ്ഥിതി. അല്ലാതെ വിമാനമല്ലിത്. അപ്പോൾ അവിടെ നിന്നതല്ലാതെ അല്ല. ഞാൻ ചോദിക്കട്ടെ, ജയരാജൻ ആർക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ഈ തല്ലാനായിട്ട്? ജയരാജൻ ഞാൻ ചോദിച്ചോട്ടെ, 13ാം മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുക്കാം, അത് നിയമവിരുദ്ധമല്ല. ആ നിയമവിരുദ്ധത തടയാൻ ശ്രമിച്ച EP ജയരാജൻ പ്രതിപക്ഷത്തിന് മുമ്പിൽ കുറ്റക്കാരനാണ്. അല്ല, EP ജയരാജൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പ്രവചിക്കാൻ കഴിയില്ല. ജയരാജന് തല്ലാൻ അവകാശമുണ്ടോ? ഈ ചെറുപ്പക്കാർക്ക് ആ വിമാനത്തിൽ അങ്ങനെ ചെയ്യാൻ അവകാശമുണ്ടോ? ഈ ചെറുപ്പക്കാർക്ക് അതിനുള്ള അവകാശമുണ്ടോ? നിയമപരമായ നടപടികൾ സ്വീകരിച്ചോട്ടെ. സ്വന്തം കണ്ണിലെ കരടെടുത്തിട്ട് വേണം അന്യന്റെ എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. ആദ്യം ഈ 2 ചെറുപ്പക്കാരുടെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ അവരുടെ നടപടി നിയമപരമാണോ? ക്രിമിനൽ കുറ്റമല്ലേ? ശരത്തെ, ആദ്യം വിമാനത്തിൽ വിലക്ക് ഏർപ്പെടുത്തേണ്ടത് EP ജയരാജനാണ്. അല്ല, ആദ്യം EP ഒരിക്കലുമല്ല. 13ാം നിയമസഭയിൽ EP ജയരാജൻ സ്പീക്കറുടെ കസേര മറിച്ചിടുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. EP ജയരാജൻ തള്ളിയത് ഞാൻ ശ്രീ സജീന്ദ്രനോട് നേരിട്ടൊരു ചോദ്യം. EP ജയരാജൻ തള്ളിയത് മറ്റേതെങ്കിലും യാത്രക്കാരെയാണോ, ക്യാബിൻ ക്രൂവിനെയാണോ? EP ജയരാജൻ തള്ളിയത് ആരെയാണ് തള്ളിയത്? EP ജയരാജൻ തല്ലാൻ അനുമതി ആരാണ് കൊടുത്തത്? ആരെയാണ് തള്ളിയത്? EP ജയരാജന് എന്നെ പോലെയുള്ള അവകാശം മാത്രമേ EP ജയരാജനുള്ളൂ. അല്ല, EP ജയരാജൻ ആരെയാണ് തള്ളിയത്? അത് പറയാൻ താങ്കൾക്ക് പറ്റാത്തത് അവരുടെ ക്രിമിനൽ കുറ്റം അത് തടയാൻ EP ജയരാജൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ശ്രീ സജീന്ദ്രൻ. എന്നിട്ട് അത് കുറ്റമായി നിങ്ങൾ ചിത്രീകരിക്കുകയാണ്. നിങ്ങൾ വെറുതെ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ വിദേശത്തേക്ക് നടത്തിയ ഹവാല പണത്തിന്റെ ശ്രദ്ധ തിരിച്ചു ഈ രീതി ചർച്ച കൊണ്ടുപോയാലൊന്നും കേരളത്തിലെ ജനങ്ങൾ വിമാനത്തിൽ സംഭവിച്ച ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വളരെ അവരുടേതായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചു കഴിയുമ്പോൾ താങ്കൾ അവിടെ നിന്ന് നേരെ ഷിഫ്റ്റ് ചെയ്ത് അമേരിക്കയ്ക്കോ ഉഗാണ്ടയിലേക്കോ എവിടേക്കൊക്കെ പോകുന്നതാണ് അതിന്റെ മര്യാദ? നമ്മൾ അത് ചർച്ച ചെയ്യണ്ടേ? കൈരളി ചാനൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യണ്ടില്ല? കൈരളി ചാനൽ അതുകൊണ്ട് സജീന്ദ്രൻ ഒരു വിഷയവുമില്ല. ആർക്കും ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ധൈര്യമുണ്ടോ? അതിനുള്ള ധൈര്യമുണ്ടോ? ഷാജികിരൺ വെളിപ്പെടുത്തിയത് ഒന്നുമല്ല. നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ അപായപ്പെടുത്താൻ വേണ്ടി നടപടി സ്വീകരിച്ചത്. ഇത് ആശയ പോരാട്ടമാണ്, പരസ്പര നിലപാടുകൾ ചർച്ചകളാണ്. അറസ്റ്റ് ചെയ്ത്
ജനങ്ങളോട് കാര്യം പറയുന്നില്ല. ശരി. ഷാജി കിരൺ വെളിപ്പെടുത്തില്ല എന്താണ് വസ്തുത എന്നുള്ളത്. അത് പറയുന്നില്ല, അത് ശരിയാണ്. അനിൽകുമാർ മുമ്പും പറഞ്ഞില്ല. എന്താണ് പോലീസിനെ കൊണ്ട്? അതെ, അനിൽകുമാർ നേരത്തെ സജീന്ദ്രന്റെ ആ ചോദ്യത്തിന് മുമ്പും മറുപടി പറഞ്ഞില്ല. ഞാൻ വിമാനത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ശ്രീ സജീവൻ മുന്നോട്ട് വെച്ച വാദഗതിയിൽ നിന്ന് EP ജയരാജൻ അവരെ തള്ളേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? തള്ളിയ EP ജയരാജൻ കുറ്റവാളിയാണ്, കുറ്റക്കാരനാണ്, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന മട്ടിൽ പ്രതിപക്ഷം പറയുമ്പോൾ അദ്ദേഹം ആരെയാണ് തള്ളിയത് എന്ന എൻ്റെ ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഞാനത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഷാജ് കിരൺ അടക്കമുള്ളവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് മൗനം? ശ്രീ അനിൽകുമാർ, അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മുമ്പും പറഞ്ഞിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്, താങ്കൾ എന്തോന്നും വിട്ടുപോയിട്ടുണ്ട്, പിന്നീട് വരുമ്പോൾ ഓർമ്മിപ്പിക്കാം. ഞാൻ വിട്ടുപോയതല്ല. ഒന്ന്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ജനറൽ എക്സെപ്ഷൻസ് എന്നൊരു കോളമുണ്ട്. അതിലൊരു കാര്യം പറയുന്നത് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കോ സുഹൃത്തിനോ മറ്റൊരാൾക്കോ മനുഷ്യജീവൻ അപകടം വരും എന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായാൽ സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഏത് മനുഷ്യനും എവിടെയുമുണ്ട്. അത് കുറ്റകൃത്യമല്ല. ചോദ്യം ഇതാണ്, മതിയായ ബലപ്രയോഗമാണോ നടത്തിയത്? ഈ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ജനറൽ എക്സെപ്ഷൻസ് അത് 97 CRPC 97 അടക്കമുള്ള വകുപ്പുകൾ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. IPC, ഇന്ത്യൻ ശിക്ഷാ നിയമം, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട EP ജയരാജൻ തടഞ്ഞു എന്നത്, ബലം പ്രയോഗിച്ചവരെ തള്ളി മാറ്റി എന്നുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എഴുതപ്പെട്ട ജനറൽ എക്സെപ്ഷൻസിലെ പ്രൈവറ്റ് ഡിഫൻസിൽ വരും. ഇതൊരു ചാനൽ ചർച്ചയെ വാദിച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ല, അത് അതിൻ്റെ നിയമപ്രകാരം പരിശോധിക്കേണ്ട കാര്യമാണ്. EP ജയരാജൻ ഇപ്പോൾ ചെയ്തതാണ് ശരി. എന്തുകൊണ്ട്? CPMൻ്റെ ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത സഖാവ് EP ജയരാജൻ അങ്ങനെയാണ് പെരുമാറിയിടേണ്ടിയിരുന്നത്. അതിന് തൂക്കിക്കൊന്നാലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി കൂടുതൽ ചരിത്രത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ തലകുനിച്ച് എവിടെയും പോയി നിൽക്കുന്ന സംഭവം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, 2 കൊല്ലമായി കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിലെ ഉപ്പ് ചിരട്ട വരെ പരിശോധിച്ചിട്ടുണ്ട്. ഒരു വെള്ളി രൂപ ഞങ്ങളുടെ ആരുടെയും അക്കൗണ്ടിൽ നിന്ന് എവിടെ പിടിച്ചിട്ടില്ല. ശിവകുമാറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 85 ലക്ഷം പിടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കേന്ദ്ര മന്ത്രിമാരുടെ, രാജസ്ഥാനിലെ മന്ത്രിയുടെ അനിയൻ്റെ ഒക്കെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. 2 കൊല്ലമായി. എന്നിട്ട് പിന്നെ ഇത് അമേരിക്കയിലേക്ക് കടത്തിയെന്നൊക്കെ പറഞ്ഞത് എങ്ങോട്ട് കടത്തിയെന്നാണ് പറയണത്. അതുകൊണ്ട് ഞാനിത് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഷിജിൻ ഇദ്ദേഹമാരാണ് ഷാജ് കിരൺ. അദ്ദേഹം ജയ്ഹിന്ദ് ചാനലിലെ 2 തവണ ജയ്ഹിന്ദ് ചാനലിൽ ജോലി ചെയ്ത ആളാണ്. ആദ്യം ഒന്ന് ജോലി ചെയ്തു, മാറിയിട്ട് പിന്നെയും ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ഏഷ്യാനെറ്റ് ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് വേറൊരു ചാനൽ, അതായത് ഇന്ത്യ വിഷൻ ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റിൽ കോടിയേരി ബാലകൃഷ്ണനെയോ പിണറായി വിജയനെ പ്രകീർത്തിച്ചൊരു വരി കാണാമോ? തിരിച്ച് കുമ്മനം രാജശേഖരൻ്റെ കൂടെയും മറ്റ് നരേന്ദ്രമോദിയുടെ കൂടെയും മറ്റാളുടെ കൂടെ നിൽക്കുന്ന പടമുണ്ട്, സതീശൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രമുണ്ട്. നിങ്ങളെടുത്ത് നോക്കൂ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള വിടുവായത്തരം പറയുമ്പോൾ നികേഷ് കുമാർ ഏജൻ്റായിട്ട് ചെല്ലുമെന്ന് പറഞ്ഞപ്പം നികേഷ് കുമാർ അത് പൊളിച്ചില്ലേ? അപ്പം നിങ്ങൾക്ക് രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കണം. ഒരു കാര്യം പറയാം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കരുതിക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് BJP ഒരു അടവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ മറികടക്കണം. അതിൽ ദക്ഷിണേന്ത്യ അവരുടെ ടാർഗറ്റാണ്. ഉത്തരേന്ത്യ കൊണ്ട് കോട്ട ആവില്ല. അപ്പോൾ എന്ത് വേണം? അതിനവർ ലക്ഷ്യമിട്ടുകൊണ്ട് ഓരോ പരിപാടിയും നടത്തുകയാണ്. നിങ്ങൾ തെലങ്കാനയിൽ ചെന്നാൽ കാണാം. TRSനെതിരെ കേരളത്തിൽ വന്നിട്ടുണ്ട്. 2011 ED കേസ് എന്തിനാണ് സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും മുട്ട നിർത്തി ഉത്തരം പറയിപ്പിക്കുന്നത്? ഇപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ്. നിങ്ങളുടെ 2 മുഖ്യമന്ത്രിമാരാണ് ഈ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇന്ന് അവിടെ പോയി സമരത്തിൽ പങ്കെടുത്തത്. എന്തിനു വേണ്ടി? ഇതാണ് BJP. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് CPIM ഇങ്ങനെ കോൺഗ്രസിനെ വേട്ടയാടുന്ന ഈ സന്ദർഭത്തിൽ BJPക്കൊപ്പം നിലപാടുണ്ടോ? നിങ്ങൾ ചോദിക്കുക. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താണ്? BJPക്ക് ഭരണഘടന മാറ്റണം. അതിനെന്ത് വേണം? രാജ്യസഭയിൽ ഭൂരിപക്ഷം വേണം. കോൺഗ്രസ് എന്താ ചെയ്തത്? രാജസ്ഥാനിലെ ഞങ്ങളുടെ 2 വോട്ട് കോൺഗ്രസിനാണ്. അത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് നരേന്ദ്രമോദിക്ക് അജണ്ടയുണ്ട്. CPMൻ്റെ അജണ്ട 2 വോട്ടിൽ കാണാം. ആ 2 വോട്ടില്ലായിരുന്നെങ്കിലോ രാജസ്ഥാനിലൊന്ന് പോയേനെ, ഹരിയാനയിലൊന്ന് പോയത് നിങ്ങളുടെ കാലുമാറ്റം കൊണ്ടല്ലേ, കർണാടകത്തിലൊന്ന് പോയത് ജനതാദളുമായിട്ട് കൂട്ടുചേരാത്തതല്ലേ. രാജ്യസഭയിലെ ഭൂരിപക്ഷം ഭരണഘടനയുടെ വിലയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കോൺഗ്രസിന് ഇന്ത്യ രാജ്യത്ത് രാഷ്ട്രീയം പറയാൻ യോഗ്യതയുണ്ടോ? നിങ്ങൾ ഏത് കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ശബരിമലയുടെ ആവർത്തനം. ശബരിമലയിൽ എന്തായിരുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആക്രമണം. സുപ്രീം കോടതി വിധിയില്ല, അതുമായി ബന്ധപ്പെട്ടല്ല.
അതിൽ കോൺഗ്രസും ബി ജെ പിയും വെവ്വേറെ സമരം നടത്തി. ഒരേ പ്ലാറ്റ്ഫോം, വെവ്വേറെ സമരം. എന്ത് സംഭവിച്ചു? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പുറകോട്ട് പോയി, കോൺഗ്രസിന് മുതലെടുത്തു. അതിൽ വായിൽ വെള്ളം വെച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഈ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് രംഗത്തിറങ്ങി. ഏഷ്യാനെറ്റിൻ്റെ തലവൻ രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നത്? ഏഷ്യാനെറ്റ് ഈ ഗൂഢാലോചനയ്ക്കെല്ലാം പൊക്കൊണ്ടിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിലെ ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായ രണ്ടാം വരവാണ്. 1000 വക്കീലന്മാരെ സ്വപ്നയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് പ്രതികരണം ഇല്ലാത്തതിന് കാരണം നിങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു ആ വാക്ക് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് സ്വന്തം രാഷ്ട്രീയം എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള അല്പം വിവരം, അല്പം വിവേകം. ഇന്ത്യ രാജ്യത്ത് ബുൾഡോസർ ഉപയോഗിച്ച് കത്തിച്ചോണ്ടിരിക്കുകയാണ്, പൊളിച്ചോണ്ടിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളെ സാമ്പത്തികമായി തകർക്കുകയാണ്. ഗുജറാത്ത് വംശഹത്യക്ക് 2 തലമുണ്ട്. ഒന്ന് മനുഷ്യനെ കൊന്നു, 2 സാമ്പത്തികമായി അവരെ തകർത്തു. സാമ്പത്തികമായ തകർക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം ഒഴിച്ചുള്ള വംശഹത്യ ഇന്ത്യ മുഴുവൻ നടമാടുമ്പോൾ നിങ്ങൾ ഈ ചീളിപ്പോയൊരു കേസുമായിട്ട് ഒരു കള്ളക്കടത്തുകാരുടെ അവരുടെ വസ്ത്രത്തിന് പിന്നിൽ ഒളിക്കുന്ന ഒരു കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ആത്മഹത്യയുടെ പടുകുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇവിടെ ശ്രീ സജീവൻ 3 കാര്യങ്ങളാണ്. ഒന്ന്, താങ്കളെ വ്യക്തിപരമായി തന്നെ താങ്കളുടെ നിഷ്പക്ഷതയെ അദ്ദേഹം ചോദ്യം ചെയ്തു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നീക്കം പാളിപ്പോയ നീക്കമാണോ അതോ അവർക്ക് നേട്ടം കൈവരിക്കാൻ ഇടവരുത്തുന്ന നീക്കമാണോ? ഈ വിമാനത്തിലെ അധ്യായമാണ് എൻ്റെ ചോദ്യം. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞ ദേശീയ തലത്തിലടക്കം ഇഡിക്കെതിരെ മോദി സർക്കാരിനെതിരെ എടുക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനം അതേ മട്ടിൽ ഏറ്റെടുക്കാൻ കേരളത്തിൽ കഴിയാതെ പോകുന്ന കോൺഗ്രസ് സൃഷ്ടിക്കുന്ന അക്കാര്യത്തിലെ ഇരട്ടത്താപ്പ്, അതിൻ്റെ വിശദമായ ഒരു വിമർശനം അദ്ദേഹം അവതരിപ്പിച്ചു കഴിഞ്ഞു. താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ഈ 3 ഭാഗങ്ങളിലേക്കും എങ്ങനെയാണ് ചുരുക്കത്തിൽ പോവുക? ശരത്ത്, ഞാൻ സാധാരണഗതിയിൽ ആ ദിവസത്തെ വിഷയത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോവാറില്ല. ഇന്നിപ്പോ സജീന്ദ്രൻ ഇവിടെ പറഞ്ഞുകൊണ്ട് ആ തൃക്കാക്കര പറയും. തൃക്കാക്കരയിൽ സജീന്ദ്രൻ ഉൾപ്പെടെ ഞാനൊക്കെ പങ്കെടുത്ത ചർച്ചയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനത് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. 2020 വോട്ട് എങ്ങോട്ട് പോകും എന്നതിനനുസരിച്ചിരിക്കും ആ തൃക്കാക്കരയിലെ ഫലം. അത് നമുക്ക് വളരെ കൃത്യമായല്ലോ. സാബു ജേക്കബ് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാര്യം വ്യക്തമാണല്ലോ. BJPയുടെ വോട്ട് കുറഞ്ഞ കാര്യം വ്യക്തമാണല്ലോ. അത് അങ്ങനെയല്ലായിരുന്നു സംഭവിച്ചത് എങ്കിൽ മറിച്ചൊരു സംഭവത്തിന് സാധ്യതയില്ലായകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, LDFന് ജയിപ്പിക്കാൻ ഞാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടില്ല. 2020 കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ സജീന്ദ്രൻ അതിനത്രയേ ഉള്ളൂ. കാരണം ആ വിഷയം വേറെ ഒന്നായതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ നേരത്തെ സംസാരിക്കുന്നത് കേട്ടിട്ട് എന്റെ മകൻ എനിക്കൊരു കുറിപ്പ് എഴുതി തന്നു. അത് ഇതായിരുന്നു: സ്റ്റാൻഡപ്പ് കൊമേഡിയൻ വാസ് ബാൻഡ് ബൈ എയർവേസ് ഫോർ മേക്കിംഗ് ജോക്സ് ഓൺ അർണബ് ഗോസ്വാമി. അർണബിനോ മുഖത്തോട് മുഖം നിന്ന് ചോദ്യം ചോദിച്ചതിനാണ്. ഒന്നും ചെയ്ത എന്നിട്ട് അവൻ കുറച്ചുണ്ട്. ഞാൻ ഗ്യാപ്പിനിടയിൽ അവനോട് പറഞ്ഞ ഈ കൊമേഡിയൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ എന്താണെന്ന് പറയാത്തുന്ന ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിലാണ് പിന്നെ അയാൾക്ക് വിമാനത്തിൽ കയറാൻ പറ്റാത്ത രൂപത്തിലേക്ക് ബാൻ ചെയ്ത്. അങ്ങനെയൊക്കെയുള്ള അപ്പൊ വിമാനത്തിൽ നമ്മൾ തോന്നിയ പോലെ എണീറ്റ് വെക്കുക, തോന്നിയ പോലെ ഫുട്ബോൾ കളിക്കുക, അതൊന്നും നടത്താൻ പറ്റുന്ന സ്ഥലമല്ല. അവിടെ ഏതൊരാൾക്കും അക്രമികളാവാനുള്ള സാധ്യതയുണ്ട്. അതൊരു കാര്യം. പിന്നെ 164 സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം. 164 സ്റ്റേറ്റ്മെന്റിന് സ്വപ്ന കൊടുത്തിട്ടുള്ള എവിടെയാണ്? കോടതിയിലാണ്, അല്ലാതെ വേറെ ആരുടെ കയ്യിൽ കൊടുത്താലല്ലോ. അത് സംസ്ഥാന സർക്കാരിനോ കേരളത്തിലെ പോലീസിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഈ 164 സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് ഭീകരമായ കുറ്റകൃത്യം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചെയ്തിട്ടുണ്ട്. അവർ വലിയ ആപാലപ്പണം, കോടാനുകോടിയുടെ ആപാലപ്പണം വെളുപ്പിക്കാൻ അമേരിക്കയിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാം. ഇവരെ തൂക്കിക്കൊല്ലാനാണ് വിധിക്കുന്നത്. അത് ചെയ്യുന്നതിന് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നടക്കട്ടെ. അതിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ 164 സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യങ്ങളെ കൊറോബറേറ്റ് ചെയ്യാവുന്ന ഒരു എവിഡൻസ് ആയിട്ട് ഇവിടെ നടക്കുന്ന ഈ മുദ്രാവാക്യങ്ങളെ കൊണ്ടൊന്നും കാര്യമില്ല. ഉരുളി എറിഞ്ഞാലും നടക്കില്ല. വിമാനത്താവളത്തിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയാൽ കാര്യമില്ല. അതിനെ പോകേണ്ട നിയമത്തിന്റെ വഴിയിലാണ്. നിയമത്തിന്റെ വഴിയിൽ പോകാവുന്നതാണ്. അപ്പൊ അതിന് പകരമായിട്ടുള്ള കാര്യം ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എറണാകുളത്ത് കണ്ടാണല്ലോ ഉരുളി എറിയുന്നത്. അത് ഒരാളുടെ തലയിലേക്ക് വീണു. ഭാരിച്ച ഉരുളി ഒരാളുടെ തലയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആള് പക്ഷെ മരിച്ചു പോകും. ഇത്തരത്തിൽ എന്തും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ അക്രമ സമരങ്ങളല്ല വേണ്ടത്. ബാക്കി നിയമപരമായിട്ട് മുഖ്യമന്ത്രിയെ നിയമത്തിന്റെ മുൻപ് കൊണ്ടുവന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള മുഴുവൻ തെറ്റാണെങ്കിൽ അത് തെളിയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലോ. പിന്നെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 164 സ്റ്റേറ്റ്മെന്റിന്റെ കാര്യത്തിലാണ്.
164 സ്റ്റേറ്റ്മെന്റ് ആദ്യം കസ്റ്റംസ് കേസിലാണ് കൊടുത്തത്. സജീന്ദ്രൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കസ്റ്റംസ് കേസിലാണ് കൊടുത്തിട്ടുള്ളത്. അത് സംബന്ധിച്ച് കസ്റ്റംസ് അന്വേഷിച്ചിട്ട് അവർ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. അതിൽ ഇതിന് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ഇതാക്കാത്തതുകൊണ്ട്. ഇനി അത് പോരാ, ഈ 164 സ്റ്റേറ്റ്മെന്റിൽ ഈ അന്വേഷണ കസ്റ്റംസ് പറയും ഈ അന്വേഷണം നടത്തിയില്ല എങ്കിൽ ആ കോടതിയാണ് അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടത്. അത് കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന കേസാണ്. ഇപ്പോഴുള്ള സംഭവത്തിൽ 164 സ്റ്റേറ്റ്മെന്റ് വളരെ ഗുരുതരമായ ഒരു കാര്യമുണ്ട്, അതുകൂടി ഞാൻ പറയാം. അതില് ഒരു പ്രതി 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അന്വേഷണ ഏജൻസിക്ക് വേണമെങ്കിൽ ആ പ്രതിയെ മാപ്പുസാക്ഷിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മാപ്പുസാക്ഷിയാകാൻ വേണ്ടിയിട്ട് എനിക്ക് ആരെയും എങ്ങനെയും പറയാം. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഞാൻ മാപ്പുസാക്ഷിയും അല്ലാത്തൊരാൾ പ്രതിയുമായിട്ട് കേസ് മാറ്റാനുള്ള ഒരു ശ്രമമായിട്ട് മാറും. ഇത് അങ്ങനെ ഒരു രീതിയിൽ കൂടി കാണാവുന്നതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും അത് അക്കാര്യത്തിൽ ഈ രണ്ട് പ്രതികൾക്കിടയിൽ ചില ധാരണകളും ചില വർത്തമാനങ്ങളും ഒക്കെ താങ്കൾ ഈ പറഞ്ഞ നിലയിൽ തള്ളിക്കളയാനാവാത്ത ചില നീക്കങ്ങൾ മുമ്പ് ഈ പുസ്തകം പുറത്തു വന്ന ഘട്ടത്തിൽ അതിനുശേഷം വന്ന അഭിമുഖ സമയത്തൊക്കെ മാധ്യമപ്രവർത്തകർ പറയുകയുണ്ടായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയും തെളിഞ്ഞു വരേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ഇവിടെ ശ്രീ സജീന്ദ്രൻ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ ആ ചോദ്യത്തിലേക്ക് വീണ്ടും എത്തുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്, എടുത്തുചാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിലവിൽ കേരളത്തിലെ കോൺഗ്രസിന് ഇതുകൊണ്ട് എന്ത് നേട്ടമാണ്? അല്ല, എനിക്ക് ബഹുമാനപ്പെട്ട സജീവൻ സാറിനോട് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷ കക്ഷികൾ സമരം ചെയ്തതെന്ന് തോന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം കിട്ടുകഴിഞ്ഞാൽ. അദ്ദേഹം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, എനിക്കിഷ്ടമുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം വൺ സൈഡായിട്ടാണ് ചാനലിൽ വന്നിരുന്ന് പറയുന്നത്. ഇപ്പോൾ LDFന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരത്തെ എതിർത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എതിർത്ത വിമാനത്തിലെ ഈ അഭ്യാസത്തെ. ഓക്കെ LDFന്റെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ടുണ്ടായ സമരം ആ തലസ്ഥാന നഗരി മുഴുവൻ നാറ്റിച്ച് കളഞ്ഞില്ലേ. ഇപ്പോൾ ഓരോ സമരങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നടന്ന് ഞങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അത് LDFന് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് LDF അന്ന് സമരം നടത്തിയത്. എന്തെല്ലാം സമരങ്ങളായിരുന്നു. ഉമ്മൻചാണ്ടിയെ നിങ്ങൾ കല്ലെറിഞ്ഞില്ലേ? അദ്ദേഹത്തിനെ കല്ലെറിഞ്ഞ പ്രതി വന്ന് അദ്ദേഹത്തോട് അവസാനം വന്ന് മാഫി ചോദിച്ചു. അതിനെ ന്യായീകരിച്ചോ? അത്രമാത്രമൊന്നും ഞങ്ങളാരും പിണറായി വിജയനെ കല്ലെറിയാൻ പോകത്തില്ല. LDFുകാർ കല്ലെറിഞ്ഞാൽ ന്യായീകരിക്കല്ലേ ചെയ്യുന്നത്. കണ്ണൂർ വെച്ചല്ലേ കല്ലെറിഞ്ഞത്. ഞങ്ങളാരും പിണറായി വിജയൻ്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും എടുത്തിട്ടില്ല. കാരണം ഞങ്ങളുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ എതിർക്കുന്നത് ഇതുപോലുള്ള കൊള്ളരുതായ്മകൾക്കെതിരായിട്ടാണ്. ഇപ്പം ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾ കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തൊടുപുഴയിൽ ബിലാൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ്റെ കണ്ണാണ് പോലീസ് അടിച്ചു തീർത്തത്. ഇവിടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുമോ എന്ന് പോലും അറിഞ്ഞുകൂടാ. കാരണം ഉറപ്പൊന്നും അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിട്ടില്ല. പോലീസിനെ അക്രമത്തിന് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുത്തുവിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കന്റോൺമെന്റ് ഹൗസിൽ കയറി ആരും ആയിക്കോട്ടെ പ്രതിപക്ഷ നേതാവ്, ഇപ്പം ക്ലിഫ് ഹൗസിൽ വേണമെങ്കിൽ ഈ സെക്യൂരിറ്റിയെ വെട്ടിച്ച് കയറാൻ പറ്റേ. അതൊന്നും അത് ഞാൻ ചോദിക്കുന്നത് കേറിയിട്ട് ഞാൻ ചോദിച്ചോട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? 307 അനുസരിച്ച് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ അല്ല ഞാൻ ചോദിച്ചേ, നിങ്ങൾ ഈ ന്യായം പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ന്യായം കിട്ടണ്ടേ? ഡിവൈഎഫ്ഐക്കാർ സമരം ചെയ്തോ? കന്റോൺമെന്റ് ഹൗസിൽ അതിക്രമിച്ച് കയറിയെങ്കിൽ അവർക്കെതിരെ 307 അനുസരിച്ച് കേസെടുക്കണ്ടേ? അല്ല അവർക്കെതിരെ 307 അനുസരിച്ച് കേസെടുക്കണ്ടേ? അവർക്കെതിരെ എന്തുകൊണ്ടാണ് ചർച്ച 307 അനുസരിച്ച് കേസെടുക്കാത്തത്? പോലീസിനെ അഴിഞ്ഞാണ്. ആ ഗേറ്റിനപ്പുറത്ത് അവർ ചെന്നു, അവിടെ വെച്ച് തന്നെ അവർ ഹൗസിലേക്ക് പോയിട്ടില്ല. ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതല്ലേ? എന്ത് നിൽക്കില്ലെന്നായി പറയുന്നത്? എന്ത് നിൽക്കില്ല ശ്രീ അനിൽകുമാർ? അപ്പൊ നിങ്ങളുടെ ആളുകൾക്ക് ഒരു ന്യായം. ഓക്കെ, ആ പോയിന്റിൽ നമുക്ക് നിർത്താം. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കൊരു ന്യായം, മറ്റവർക്ക് മറ്റൊരു ന്യായം, ഇരട്ടത്താപ്പ് എന്ന ലൈനിലാണ്. ഒന്ന് ചുരുക്കി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സമയം തീർന്നു. ഒരു മറുപടി കൂടി അദ്ദേഹത്തിന്. ഒരു 4 ദിവസക്കാലം കേരളത്തിലെ 4 ദിവസക്കാലം മുഖ്യമന്ത്രിയെ വളഞ്ഞു വെച്ച് ആക്രമിക്കാൻ വേണ്ടി പല സ്ഥലത്ത് ഇടം നോക്കി. ഇവരെ നമ്മൾ ഉരുളിയേറ് സമരങ്ങളടക്കം പല കേന്ദ്രങ്ങളും സമരം നടത്തുമ്പോൾ എത്രയോ ആളുകളുടെ വാഹനങ്ങൾ തടഞ്ഞു, വഴി തടഞ്ഞു. ഇതൊന്നും നടക്കാത്ത കാര്യമാണോ? പക്ഷെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൂടിപ്പോയി മാധ്യമ പിന്തുണയോടെ. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി വീട്ടിലിരിക്കട്ടെ. കഴിഞ്ഞ നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് ജയിച്ച് 99 സീറ്റുള്ള മുഖ്യമന്ത്രി വീട്ടിലിരിക്കട്ടെ. ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആഗ്രഹം. എന്നിട്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണോ? അത് വിമോചന സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. ആ വിമോചന സമരം നിങ്ങൾ നടക്കുന്ന കാലത്ത് കോൺഗ്രസ് അങ്ങ് ഡൽഹിയിലുണ്ട്.
അവിടെ ഇന്ദിരാഗാന്ധി ഉണ്ട്, നെഹ്റു ഉണ്ട്. ആ കോൺഗ്രസ് ഇപ്പോൾ ഉണ്ടോ? ഇപ്പം ഇത്തരം കാര്യങ്ങളുടെ ഗുണഭോക്താവ് BJP ആണെന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. കോൺഗ്രസ് മുക്ത ഭാരതം ഇത് BJPയുടെ ലക്ഷ്യമാണെന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസ് എന്ന് പറയുന്ന ഒറ്റാലി കിടക്കുന്നതാണ്. ഒറ്റാലി ചൂണ്ടയിടണ്ട കോൺഗ്രസ്സിന്. കോൺഗ്രസ്സിനൊരു ആവശ്യമുണ്ട്, BJPക്ക് ഒരു ആവശ്യമുണ്ട്, കോൺഗ്രസ്സുകാരെ ഇങ്ങ് പിടിക്കാം. കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനെ കിട്ടത്തില്ലെന്നേ. അതുകൊണ്ടാണ് ഞങ്ങളെ നോട്ടിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അഖിലേന്ത്യാ RSSൻ്റെ പരിപാടിയാണെന്ന് ഞങ്ങൾക്കറിയാം. അത് അങ്ങനെ തന്നെ നേരിടും. നിങ്ങൾ അവരുടെ കൂടെ നിന്ന് ഈ അക്രമ സമരത്തിന് മുന്നോട്ട് പോയാൽ നിങ്ങളെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി സർക്കാരും നേരിടും. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. വളരെയധികം നന്ദി മൂന്നാളുകൾക്കും. അഡ്വക്കേറ്റ് അനിൽകുമാർ, ശ്രീ VP സജീന്ദ്രൻ, ശ്രീ A സജീവൻ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും.